നമുക്ക് പലപ്പോഴും തോന്നുന്നതാണ് നമ്മൾ ഇത്രയും പട്ടിപ്പണിയെടുത്തിട്ട് നമുക്ക് അതിനുള്ള സാലറിയാണോ കിട്ടുന്നതെന്നുള്ളത്. പണ്ടൊക്കെ ഇതിനുള്ള ഒരു ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ചോദിക്കുക. അത് നമുക്ക് കമ്പനിയിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളായിരുന്നു അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഡേറ്റ വെച്ച് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പണി ചെയ്യുന്നതിനനുസരിച്ചുള്ള സാലറിയാണ് കിട്ടുന്നതെന്നുള്ളതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ലൊക്കേഷൻ കൺസേൺ ആണ്, ഡൊമെയിൻ കൺസേൺ ആണ്, എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ടെക്കിലാണെങ്കിൽ എസ്പെഷ്യലി പറയാം, ടെക്കിൽ തന്നെ ഡിഫറെൻറ്റ് ഡൊമെയിൻസ് ഉണ്ട്. മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ട്, AI ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജി AIയിലോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലോ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു 50% വരെ കറണ്ട് ഇൻഡസ്ട്രിയെക്കാട്ടി കൂടുതൽ സ്കിൽഡ് ആണെങ്കിൽ സാലറി ലഭിക്കുന്നുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാലറി ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർപെയ്ഡ് ആണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായിട്ട് നിങ്ങളിപ്പം കസ്റ്റമർ റിലേഷൻഷിപ്സോ IT സപ്പോർട്ട് അങ്ങനെയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മേഖലയ്ക്ക് ഇപ്പോൾ സാലറി വളരെയധികം കൂടാനൊന്നും പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം റിപ്പീറ്റേറ്റീവ് ടാസ്ക്കാണ്. അത്തരത്തിലുള്ള ജോബ് റോൾസിന് എന്തായിരുന്നാലും കാലക്രമേണ AIസിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10-15% ആവറേജ് സാലറി ഹൈക്ക് ഇയർ ഓൺ ഇയർ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഹൈക്കുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുള്ളത് ഫസ്റ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സെക്കൻഡായിട്ട് നിങ്ങളുടെ സാലറി ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് Glassdoor അല്ലെങ്കിൽ Levels.fy പോലുള്ള സൈറ്റ്സിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ജോബ് ടൈറ്റിലൊക്കെ കൊടുക്കാം. അതിൻ്റെ അകത്ത് ലോവർ 25%, 50%, 75% എന്ന് പറഞ്ഞിട്ട് സാലറി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെന്നുള്ളത് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ അതിൽ ലോവർ 25% ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സാലറി കൂട്ടി ചോദിക്കാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു കൺസേൺ ഉണ്ട്. നിങ്ങൾ സാലറി കൂട്ടി ചോദിക്കുന്ന സമയത്ത് ഡയറക്റ്റും ചോദിക്കാതെ ഡേറ്റാ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് സ്കിൽഡ് ആണെന്നുള്ളത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടാൻ അർഹനാണെന്നുള്ളത് അല്ലെങ്കിൽ അർഹത ഉണ്ടെന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാൻ കഴിയണം നിങ്ങളുടെ മാനേജർ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടത്തുള്ളൂ. 2026 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാം സാലറി ഹൈക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. താങ്ക് യു.